ചുവന്ന കൊടി പിടിച്ചതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആവത്തില്ല. അങ്ങനെ ചുവന്ന കൊടി പിടിച്ച ഒരുപാട് പാർട്ടികളാണ്. അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരക്ഷരം ഞാൻ പറഞ്ഞു ഈ നിമിഷം വരെ പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് എന്നെക്കൊണ്ട് പറയിപ്പിക്കണം. പാർട്ടിക്ക് എതിരായിട്ട് എത്ര പേരെ മാറ്റാമോ അത്രയും പേരെ മാറ്റി പാർട്ടി അവർ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയട്ടെ, അവർ തന്നെ ഈ പാർട്ടിയെ കുഴിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളി വർഗത്തെ എന്ന് വഞ്ചിച്ചു? അതോ തൊഴിലാളി വർഗത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചു? ഇവരെന്ത് സേവനം അനുഷ്ഠിച്ചു? അതുകൊണ്ട് മലന്ന് കിടന്ന് തുപ്പണ്ട. പാർട്ടി ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക. ജി സുധാകരനെ വെറുതെ വിട്ടേക്കുക. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സജി ചെറിയൻ, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ, എന്നെ ഇന്ന് വഞ്ചകനെ വിളിച്ച് പത്രത്തെ അടിച്ചു വന്നിട്ടുണ്ട്. MABB എന്താ പറഞ്ഞേ? ജനറൽ സെക്രട്ടറി. എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെയെന്നല്ലേ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ജി സുധാകരനെ വ്യക്തിപരമായി ഞങ്ങൾ അധിക്ഷേപിക്കുന്നില്ല. ഞാൻ ആരെയാണ് വഞ്ചിച്ചതെന്ന്. അപ്പോൾ അവർ പറയുന്നതിൻ്റെ കാരണം അവർ ഓരോ നിമിഷവും ആ സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ടാണ്. നമസ്കാരം. ചുവന്ന കൊടി പിടിച്ചത് കൊണ്ട് മാത്രം ആരും കമ്മ്യൂണിസ്റ്റുകാരാവില്ല എന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സ്വയം പിരിഞ്ഞുപോയ ജി സുധാകരൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി. തനിക്കെതിരെ സംഘടിതമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ പ്രക്ഷോഭങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും തനിക്ക് കൂടുതൽ ഊർജമാണ് കിട്ടുന്നത് എന്നുകൂടി ജി സുധാകരൻ വ്യക്തമാക്കി. CPM-ന്റെ ദേശീയ സെക്രട്ടറി MABB തന്നെ പറഞ്ഞിട്ടുണ്ട്, സുധാകരനെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ഞങ്ങളുടെ ശൈലിയല്ല, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല, ആരും അങ്ങനെ ചെയ്യരുത് എന്നുകൂടി MABB പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആലപ്പുഴയിലെ നേതാക്കളായ H. സലാമും സജി ചെറിയാനുമെല്ലാം തന്നെ വ്യക്തിപരമായി തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കിയത്. ഞാൻ തൊഴിലാളി വർഗത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ ചോദിക്കുന്നത്. ഞാൻ തൊഴിലാളി വർഗത്തിന് വേണ്ടി എൻ്റെ ജീവിതകാലം മുഴുവൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ ആലപ്പുഴയിൽ നേതാവായിരിക്കുന്ന സജി ചെറിയാനും H. സലാമും ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടി എന്ത് സേവനമാണ് ചെയ്തതെന്ന് അവർ വ്യക്തമാക്കട്ടെ. ഇവർ ഓരോ നിമിഷവും പാർട്ടിക്ക് പ്രതികൂലമായ രീതിയിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമാണ് ചെയ്യുന്നത്. ഇവർ തന്നെയാണ് ഈ പാർട്ടിയെ കുഴിയിലിറക്കുന്നത്. ജി സുധാകരൻ പാർട്ടി വിട്ടുപോകുന്നയാളാണ്. ഞാൻ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, എന്നെ എൻ്റെ വഴിക്ക് വിടുക. ഇതാണ് സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. തനിക്കെതിരെ നടക്കുന്ന ഓരോ പ്രക്ഷോഭങ്ങളും പ്രതിരോധങ്ങളും തനിക്ക് കൂടുതൽ ഊർജം നൽകും. തനിക്ക് കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഇവർ കൂടുതൽ പ്രചാരമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. 5 പൈസ ചെലവില്ലാതെ തൻ്റെ പ്രചരണ പരിപാടികൾ നടത്തി തരുന്നത് ഇവരാണ് എന്നുകൂടി സുധാകരൻ പരിഹാസദ്യോതകമായി പറയുകയുണ്ടായി. ആലപ്പുഴയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് ജി സുധാകരൻ എന്തു ചെയ്തു എന്നുള്ളതിന്, എന്ത് സേവനമാണ് അനുഷ്ഠിച്ചത് എന്നുള്ളതിന് ആലപ്പുഴയിലെ ജനങ്ങൾ തന്നെയാണ് സാക്ഷി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളാണ് സാക്ഷി. അതിനിയും H. സലാമിനും സജി ചെറിയാനും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ബോധ്യമാക്കി കൊടുക്കേണ്ട ബാധ്യത തനിക്കില്ല എന്നുകൂടിയാണ് ജി സുധാകരൻ വ്യക്തമാക്കിയത്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി താൻ എന്താണ് ചെയ്തത്, എങ്ങനെയായിരുന്നു തന്റെ നിലപാട് എന്നുള്ളതെല്ലാം ആലപ്പുഴയിലെയും അമ്പലപ്പുഴയിലെയും ജനങ്ങൾക്കറിയാം. അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെയും ഓരോരോ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെയും തനിക്ക് നേരിട്ടറിയാം. അവർക്ക് തന്നെയും അറിയാം താൻ എന്താണ് ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തത് എന്ന്. പ്രത്യേകിച്ച് അവരോട് ആരോടും മൈക്ക് വെച്ച് കെട്ടി വിളിച്ചു പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യകത തനിക്കില്ല എന്ന് തന്നെയാണ് സുധാകരൻ വ്യക്തമാക്കിയത്. പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന വിവരം മാധ്യമ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയപ്പോൾ സുധാകരൻ മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. താൻ ഒരിക്കലും ഈ പാർട്ടിക്കെതിരെ സംസാരിക്കില്ല. താൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന നയ വൈകല്യങ്ങൾക്കെതിരെയാണ് താൻ പ്രവർത്തിക്കുന്നത്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം ജനങ്ങളോട് പെരുമാറേണ്ടത്, എന്തായിരിക്കണം നേതാക്കളുടെ നിലപാട്, ഇതിൽ നിന്നും ഒത്തിരി വ്യത്യാസങ്ങൾ ഇന്നുള്ള നേതാക്കൾക്ക് പലർക്കും സംഭവിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന തരത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നു. ഇത് ഭൂഷണമല്ല. ഈ പാർട്ടി നശിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് ജി സുധാകരൻ നൽകിയത്. താൻ ഒരിക്കലും പാർട്ടിക്കെതിരായി മത്സരിക്കുന്നില്ല. പാർട്ടിക്ക് എതിരായി താൻ എവിടെയും സംസാരിക്കാൻ പോകുന്നില്ല, പ്രസംഗിക്കാൻ പോകുന്നില്ല. താൻ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നില്ല. താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്ന് അതിന്റെ അധികാരത്തിന്റെ കൂടുതൽ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയല്ല. എങ്ങനെയായിരിക്കണം ഒരു പ്രവർത്തകൻ, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്നുള്ളതിന് പല രീതിയിലും കേരളത്തിൽ പല ആളുകൾക്കും അപഭ്രംശം സംഭവിച്ചിരിക്കുന്നു. ഇന്ന്
പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശ ആശയങ്ങൾ മറന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനൊരു പൊളിച്ചെഴുത്ത് എന്തായാലും ആവശ്യമാണ്. താൻ തന്റേതായ രീതിയിൽ പ്രതികരിക്കുന്നു. എന്നാൽ താൻ ഒരിക്കലും പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിക്കാനോ കുറ്റപ്പെടുത്താനോ പാർട്ടിക്കെതിരെ സംസാരിക്കാനോ ഇല്ല. എവിടെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്താൻ തനിക്ക് തീരുമാനമില്ല. താൻ ഒരു ചുമരെഴുത്ത് പോലും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. തനിക്ക് അനുകൂലമായി തന്നെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ചുമരെഴുത്തുകൾ നടത്തുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് താൻ തടയുന്നില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി താൻ എവിടെയും സംസാരിക്കാനോ അല്ലെങ്കിൽ താൻ എവിടെയും പ്രചരണ പരിപാടിക്ക് പോകുവാനോ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിനും സുധാകരൻ വ്യക്തമായി തന്നെ ഉത്തരം നൽകി. പിന്തുണ ഏത് നയപരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് പരിഗണിക്കൂ. ഇതുവരെയും ആരും തന്നെ പിന്തുണയുമായി സമീപിച്ചിട്ടില്ല, താനും ആരെയും സമീപിച്ചിട്ടില്ല എന്ന് സുധാകരൻ വ്യക്തമാക്കി. എന്നാൽ ആലപ്പുഴയിൽ പാർട്ടിയെ നശിപ്പിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ സുധാകരൻ തന്റെ വാക്കുകളിൽ പ്രകടമാക്കുകയും ചെയ്തു. സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സജി ചെറിയൻ, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ, എന്നെ ഇന്ന് വഞ്ചകനെ വിളിച്ച് പത്രത്തെ അടിച്ചു വന്നിട്ടുണ്ട്. MABB എന്താ പറഞ്ഞേ? ജനറൽ സെക്രട്ടറി എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെയെന്നല്ലേ? ജനറൽ സെക്രട്ടറി പറഞ്ഞു ജി സുധാകരനെ വ്യക്തിപരമായി ഞങ്ങൾ അധിക്ഷേപിക്കുന്നില്ല, ഞാൻ ആരെയാണ് വഞ്ചിച്ചതെന്ന്. അപ്പോൾ അവർ പറയുന്നതിൻ്റെ കാരണം അവർ ഓരോ നിമിഷവും സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ടാണ് ഓരോ നിമിഷവും വഞ്ചിക്കുന്ന പ്രവർത്തനം അവർ നടത്തുകയാണ്. ചുമന്ന കൊടി പിടിച്ചതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആവത്തില്ല. അങ്ങനെ ചുമന്ന കൊടി പിടിച്ച ഒരുപാട് പാർട്ടികളാണ്. അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരക്ഷരം ഞാൻ പറഞ്ഞു ഈ നിമിഷം വരെ പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ അവർക്ക് എന്നെക്കൊണ്ട് പറയിപ്പിക്കണം. പാർട്ടിക്ക് എതിരായിട്ട് എത്ര പേരെ മാറ്റാമോ അത്രയും പേരെ മാറ്റി പാർട്ടി അവർ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയട്ടെ, അവർ തന്നെ ഈ പാർട്ടിയെ കുഴിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളി വർഗത്തെ എന്ന് വഞ്ചിച്ചു? അതോ തൊഴിലാളി വർഗത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചു? ഇവരെന്ത് സേവനം അനുഷ്ഠിച്ചു? അതുകൊണ്ട് മലന്ന് കിടന്ന് തുപ്പണ്ട. പാർട്ടി ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക. ജി സുധാകരനെ വെറുതെ വിട്ടേക്കുക. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ജനം വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കും. വോട്ട് ചെയ്യാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല.